ഇവിടെയും പട്ടിയിറച്ചി കഴിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നെ, ഇവൻ ഡോഗ് മീറ്റ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പട്ടിയിറച്ചി ഗൈസ്, പട്ടിയിറച്ചി. ഇതാണ് ഗൈസ് പട്ടിയിറച്ചി. കാണുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് പോലില്ലേ. വാവ്. അവർ ഇതിനകത്ത് വെച്ചാണ് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതാണ് ഈ കാണുന്നത് കേട്ടോ ഫിഷ്. വാവ്, എന്ത് ടേസ്റ്റ് നോക്കിയോ. കുറേ നാളായി ഇങ്ങനെ മത്തി കഴിച്ചിട്ട്. ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച് ദില്ലിയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്ടോ നോക്കി. ബസ്സിൻ്റെ പുറകെ വെച്ചാൽ കൊണ്ടുപോകുന്നത്. ഓ വാട്ട്സ് യുവർ നെയിം? ഇത് കണ്ടോ, റോഡിന്റെ സൈഡിൽ നിന്ന് ആൾക്കാർ കുളിക്കുന്നത്. ഈ ചെറുക്കന് ഭ്രാന്താണ് കഴിച്ച്. ഇവൻ 120 കിലോമീറ്റർ സ്പീഡിൽ ഈ ചെറിയ വഴിയിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി, നമ്മളിന്ന് കിഴക്കൻ തമോറിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് പോവുകയാണ്. യെസ്, ഞാനിപ്പോൾ ഉള്ള ദില്ലിയിൽ നിന്നും ഒരു 125 കിലോമീറ്റർ 3-3.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിന്ന് പോകാൻ പോകുന്നത് ബൗക്കാവ് എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇവരുടെ ഗ്രാമങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒരു റെൻ്റേ കാർ എടുത്തു, ഒപ്പം ഒരാളുടെയും കൂടെ ഞാൻ റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് ജിമ്മി. ഹായ് ജിമ്മി. ഹായ്. സോ ജിമ്മി ഈസ് ആക്ച്വലി ഡ്രൈവിംഗ് മീ ടു ബൗക്കാവ് ടുഡേ. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ $150 കൊടുത്തിട്ടാണ് ഈ ഒരു സ്വിഫ്റ്റ് കാറ് ഞങ്ങൾ റെൻ്റ് എടുത്തിരിക്കുന്നത്. ഇതിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുഞ്ഞു കുട്ടികളെയും പുറകെ ഇരുത്തിക്കൊണ്ട് ഹെൽമെറ്റൊന്നും ഇല്ലാതെ പോകുന്നതാണല്ലേ ആൾക്കാർ. ഇത് ഡേഞ്ചറാണെന്ന് അറിയോ. അപ്പോൾ നമ്മൾ സിറ്റി വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൊക്കെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്. ശരിക്കും നമ്മൾ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള സംഭവങ്ങളാണ് പലതും കാണുന്നത്. വണ്ടികളാണെങ്കിലും ആളുകളാണെങ്കിലും പിന്നെ കെട്ടിടങ്ങളാണെങ്കിലും എല്ലാം അതേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബൗക്കാവ് എന്ന് പറഞ്ഞ് നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള ബസ്സുകളൊക്കെ പോകുന്നത്. ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ മറ്റേ എന്താ പറയുക, മൈക്രോലെറ്റ് പോലത്തെ വണ്ടികളും പിന്നെ അങ്ങനത്തെ ചെറിയ കുഞ്ഞു വണ്ടികളും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ പോകാമെന്ന് കരുതിയാണ് ഇരുന്നത്. പിന്നീടാണ് ഞാനൊരു വണ്ടി എടുത്തിട്ട് പോകാം എന്നൊക്കെ കരുതിയത്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് വേണ്ട, ഇത് ബൗക്കാവ് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അല്ല, കട്ട എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന വണ്ടിയാണ്. ശരിക്കും എവിടെയൊക്കെയോ പോകുമ്പോഴത്തേക്കിനും ഒരു നേപ്പാളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നൊരു ഫീലും ഉണ്ട് പല സ്ഥലങ്ങളെയും കാണുമ്പോഴത്തേക്കിനും. സംതിങ് ഹാപ്പൻ. ഇവിടെ എന്താ സംഭവം? അവിടെ ഫ്യൂണറലാണ്, ആരോ മരിച്ചു. നമ്മൾ പരന്ന സ്ഥലമെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ മല കയറാൻ പോവാണെന്ന് തോന്നുന്നു. മല കയറി ആയിരിക്കും പോകുന്നത്. ഇത് കണ്ടോ, റോഡിന്റെ സൈഡിൽ നിന്ന് ആൾക്കാർ കുളിക്കുന്നത്. ഓ മൈ ഗോഡ് മാൻ, why people are taking shower like that? Because there were like water coming from the mountain. ഓക്കെ. അതായത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ തോട്ടിലും മറ്റേ ഇവിടെയൊക്കെ കുളിക്കത്തില്ലേ, അതേപോലെ റോഡിന്റെ സൈഡിൽ നിന്ന് കുളിക്കുന്ന ഒരു കാഴ്ച. ഇവൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഇവൻ വണ്ടി ഓടിക്കുന്നത്. അമ്മാതിരി എക്സ്പേർട്ടാണ് ഇവൻ. യുവർ നൈസ് ഡ്രൈവർ ബ്രോ. നമ്മളങ്ങനെ ആ പോകുന്ന വഴിക്ക് കുറച്ചങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു മാംഗ്രോവ് ഫോറസ്റ്റ് ഏരിയ കാണാം. വളരെ മനോഹരമായിട്ടുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന ആ ഒരു ഭാഗത്ത് ഒരു മാംഗ്രൂവ് ഏരിയ, കടലിന് സമീപത്തുള്ളൊരു മാംഗ്രൂവ് ഏരിയ. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വ്യൂ പോയിന്റ് മറ്റൊക്കെ ഉണ്ട്. സോ ചുമ്മാ ഇങ്ങനെ ഒരു നടപ്പൊക്കെ ഒന്ന് പോയി നടന്നിട്ട് വരാവുന്നൊരു സ്ഥലം. ഇതൊരു മാംഗ്രൂവ് വോക്കാണ്. അതായത് ഇങ്ങനെ ഈ മാംഗ്രൂവ് എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, കണ്ടൽ കാടുകളുടെ നടുവിലൂടെ ഇതുപോലെ ഉള്ള ഒരു ഏരിയ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് നടക്കാം. പിന്നെ അത് കയറാനായിട്ട് ഒരാൾക്ക് $1 കൊടുക്കണം. കൈവരി പരിപാടികളൊന്നുമില്ല. ബട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കാം. ഈ കണ്ടൽ കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലൊക്കെയാണ്. പക്ഷേ ഈ ഇൻസെക്ട് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചും മറ്റൊക്കെ വന്നില്ലെങ്കിൽ പണി പാടും. ഈ കണ്ടലുകൾ എന്ന് പറയുന്നത് ഈ ദ്വീപ് രാഷ്ട്രങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കടൽ തീരത്തും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ കരയെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ കണ്ടൽ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ കര സംരക്ഷണത്തിന് വേണ്ടിയായിട്ട് പല സ്ഥലത്തും കണ്ടലുകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൊള്ളാമല്ലേ, അടിപൊളി സംഭവമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടിനകത്ത് ഇവിടെ ഇങ്ങനെ നടക്കാം. ഇവിടെ കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. ദർ ആർ പോർച്ചുഗീസ് തിമോർ ആൻഡ് ദർ ആർ ചൈനീസ് തിമോർ ഓൾസോ, റൈറ്റ്? ആൻഡ് ഇന്തോനേഷ്യൻ തിമോർസ്. ഇവരൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇവനെ കണ്ടാൽ തന്നെ വേറെ രീതിയല്ലേ. അപ്പോൾ ഇവർ കുറേ മിക്സഡ് ആണ് പല ആൾക്കാരും. അതായത് പണ്ട് പോർച്ചുഗീസുകാരുണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഭർത്താവ് പോർച്ചുഗീസ്, അമ്മ ഇന്തോനേഷ്യൻ, പിന്നെ
തിമോറീസ് പോർച്ചുഗീസ്, അതായത് അച്ഛൻ പോർച്ചുഗീസുകാരനും അമ്മ ഇവിടത്തുകാരിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, നേരെ തിരിച്ചുമൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവർക്ക് പോർച്ചുഗീസ് പാസ്പോർട്ട് കിട്ടും. അതായത് 2002 ഇവർക്ക് മെയ്യിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ച ആൾക്കാർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് പോർച്ചുഗീസ് പാസ്പോർട്ട് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ 2002 മെയ്ക്ക് ശേഷം ജനിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസ് ഈ പറഞ്ഞ പോർച്ചുഗീസ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു റൂട്ട്സ് കാണിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസ് പാസ്പോർട്ട് കിട്ടും. ഇവർക്ക് 2 പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാം, നമ്മളെപ്പോലല്ല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ പാസ്പോർട്ടും ഹോൾഡ് ചെയ്യാം, മറ്റേ പാസ്പോർട്ടും ഹോൾഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ആളൊക്കെ പോർച്ചുഗീസ് പാസ്പോർട്ട് ഹോൾഡറാണ്, അവരുടെ അച്ഛനൊക്കെ പോർച്ചുഗീസ് പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്. അങ്ങനെ ഇവിടെ പല ആൾക്കാരുമുണ്ട്. ഈ ചെറുക്കന് ഭ്രാന്താണ് കഴിച്ച്. ഇവൻ 120 കിലോമീറ്റർ സ്പീഡിൽ ഈ ചെറിയ വഴിയിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തൊരവസ്ഥയാണെന്ന് എനിക്ക്. പക്ഷെ വിജനമാണ് കേട്ടോ. വിജനം എന്ന് പറഞ്ഞാൽ അതിവിജനമാണ്. ഇടയ്ക്ക് ഒരു പട്ടാള ക്യാമ്പ് കണ്ടു, അതല്ലാതെ വേറൊന്നും കാണുന്നില്ല. അപ്പുറത്ത് ഒരു സൈഡിൽ കടൽ വരും, ഇടയ്ക്ക് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള മാംഗ്രോവ്സും പിന്നെ കുറേ മലയും കൃഷിസ്ഥലങ്ങൾ പോലും കാണാനില്ല. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു $1 ബീച്ച് എന്നും പറഞ്ഞിട്ടൊരു സ്ഥലം കാണാം. ശരിക്കും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തു വെച്ചൊരു സംഭവമാണ്. അതെനിക്ക് ആളുകൾക്ക് വന്ന് ബീച്ച് ആസ്വദിക്കാനും പിന്നെ പാർട്ടി ചെയ്യാനും പിന്നെ കുക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂള് വരെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആരും വരാതെ പൂട്ടി ക്ലോസ്ഡ് ആയിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു ഒറ്റ മനുഷ്യനില്ല. എനിക്കിവിടെ കണ്ടപ്പോൾ മനസ്സിലായത് ഇവർക്ക് ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്സ് ആർ വെരി എക്സ്പെൻസീവ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം. ലൈക്ക് ഫ്ലൈറ്റ്സ് ആർ എക്സ്പെൻസീവ് ആൻഡ് ദേ ആർ ഓൺലി വെരി ലിമിറ്റഡ് ഫ്ലൈറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റ് ആർ നോട്ട് കമ്മിങ്. ലൈക്ക് ഇവർക്ക് ഓയിൽ ഉണ്ടെന്ന് പറയുന്നു. ഓയിലൊക്കെ ലിമിറ്റഡ് ആണ്. ഇവരുടെ ഓയിൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഓയിലിൻ്റെ ഒരു വരുമാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസം തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു വിദേശ നാണ്യം കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതവർ പതുക്കെ തുടങ്ങുന്നുണ്ട്, പക്ഷേ ഒന്നും എങ്ങോട്ടും വർക്കൗട്ട് ആവുന്നില്ല. പല സംഭവങ്ങളും കാണുമ്പോഴത്തേക്കും ഒത്തിരി സ്കോപ്പുള്ള രാജ്യമാണ്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കിട്ടില്ലം വഴിയിലൂടെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കറുത്ത കളറിലെ സ്വിഫ്റ്റ് കാർ ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് അറിയുമോ ഇവിടുത്തെ കടലും മറ്റുമൊക്കെ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺടച്ച്ഡ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു വെള്ളത്തിൻ്റെ കളറ് മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പച്ചപ്പ് നിറഞ്ഞ മലകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു രാജ്യമാണ്. നമ്മൾ ഐസ്ലാൻഡിലൊക്കെ കണ്ടതുപോലെ തന്നെ കടൽ തീരത്ത് കൂടെയുള്ള ചുറ്റിക്കറങ്ങി പോകുന്ന റോഡുകളും പിന്നെ ബാക്കി ഭാഗങ്ങളിലും മൊത്തം മലമ്പ്രദേശവുമാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഭൂരിഭാഗം സമയവും ഒരു ട്രോപ്പിക്കൽ വെതറാണ്. ചെറിയ ചില സമയത്ത് മഴക്കാലം വരും എന്നുള്ളത് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ നല്ല ഒരു വെതറുള്ള ഏത് സമയത്തും ടൂറിസ്റ്റുകൾക്ക് ധാരാളം വരാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ടൂറിസം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ദിസ് ഈസ് വൺ ഓഫ് ദ ലീസ്റ്റ് വിസിറ്റഡ് കൺട്രീസ് ഇൻ ഏഷ്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കണ്ട് നമ്മൾ ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ ആ ഒരു മന്ദം കടൽ തീരത്തൂടെ പോകുമ്പം ഇറ്റ്സ് റിയലി നൈസ്. മലകൾ കയറി ഇറങ്ങി ആണ് നമ്മുടെ റോഡും പടുത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. യുവർ ഡ്രൈവ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഈ മലയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വാഗമണ്ണിലെ മൊട്ടക്കുന്നുകളും മലയും തൊട്ട് സൈഡിലായിട്ട് പ്രദേശം, അതാണ് ഈ ഒരു സ്ഥലം. നമുക്ക് വാഗമൺ മൊട്ടക്കുന്നിൻ്റെ അടുത്ത് കടലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. നല്ല പച്ചപ്പുള്ള മല കേട്ടോ, ഭയങ്കര രസമാണ് മലയൊക്കെ കാണാനായിട്ട്. ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കുന്തം കാണാനില്ലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബോറൻ സ്ഥലമായിരുന്നു. വെറുതെ വരണ്ട് കിടക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു 1.25 മണിക്കൂർ വണ്ടി ഓടിച്ച് ആക്ച്വലി വി ആർ ഫീലിംഗ് സ്ലീപ്പി. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു കോഫി കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയാണ്. കോഫി ഷോപ്പ് ഓർഡർ ഹിയർ. I need one espresso. Americano. I need one double shot espresso. Let's look at the view from my coffee shop. ഞങ്ങൾ കോഫി ഷോപ്പിൽ നിർത്തിയപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ്. നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. ഭയങ്കര വിജനമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രാമങ്ങൾ പോലും വരുന്നില്ല. വല്ലപ്പോഴും കുറച്ച് വീടുകൾ അവിടെ ഇവിടെയൊക്കെ കാണാമെന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. നല്ലൊരു അടിപൊളി ഒരു കിടിലൻ കോഫി ഷോപ്പ് ഉണ്ട്. നോക്കി നല്ല ഭംഗിയല്ലേ. നമ്മൾ പണ്ട് നാഗാലാൻഡിൽ പോയപ്പോഴത്തേക്കിനും പട്ടിയിറച്ചി കഴിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിയെ തൂക്കിയിട്ടിരിക്കുന്ന മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും പട്ടിയിറച്ചി കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടാണ്. സോ നമ്മളിവിടെ ഹായ് ഹൗ ആർ യു
Is she okay? So this is one. This one is dog meat. Is this dog meat? Yeah. Okay, what is inside this? Rice. So the rice you eat with dog meat. You eat? Okay, give me one plate. എൻ്റെ പൊന്നെ ഇവൻ ഡോഗ് മീറ്റ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പട്ടിയിറച്ചി ഗൈസ്, പട്ടിയിറച്ചി. എൻ്റെ ദൈവമേ എന്തൊക്കെ പരിപാടികളാണെന്ന് എനിക്ക് ഇത് കണ്ടില്ലേ. ഇവിടെ ഇത് മത്സ്യമാണ് കണ്ടോ. ഇത് ഇത്തരത്തിൽ ഈ ഒരു കുരുത്തോലയും പിന്നെ അതേപോലെ തന്നെ ഓലയൊക്കെയാണ്. ഓലയുടെ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ പനയോലയൊക്കെ എടുക്കും. പനയോലയൊക്കെ എടുത്തിട്ട് അവർ ഇതിനകത്ത് വെച്ചാണ് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഫിഷ് അതിൻ്റെയൊക്കെ വെള്ളം ഇങ്ങനെ വന്ന് ഊറി ഇവിടെ കിടക്കുന്ന കേട്ടോ. എനിക്ക് ആ ഫിഷ് ഇങ്ങനെ പച്ചയ്ക്ക്, അതായത് നമ്മളെപ്പോലെ മസാലയും തേച്ചൊന്നുമല്ല, വെറുതെ ഉപ്പ് മാത്രം തേച്ചിട്ടാണ് ഇവർ ഗ്രില്ല് ചെയ്യുക. അതിങ്ങനെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇവരിങ്ങനെ ഗ്രില്ല് ചെയ്ത് വെക്കും. ആൻഡ് ഇവിടെ നമുക്ക് വേറൊരു സംഭവം കാണാം. ഇവനിപ്പം പട്ടിയിറച്ചി കഴിക്കാൻ വേണ്ടി പോവാണ്. പട്ടിയിറച്ചി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് ഗൈസ് പട്ടിയിറച്ചി. കാണുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് പോലില്ലേ കണ്ടോ. നമ്മുടെ ബീഫ് BDF ഉണ്ടാക്കുന്നതല്ല, BDF അല്ല സോറി, ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോറാണ് ബേസിക്കലി. ഓ, ദിസ് ഈസ് one portion of rice. Okay, why they are making it like this? This is like our traditional rice. Okay, We called it katupa. katumpar. Katupa. Okay, Yeah. so is there any significance for doing the rice inside this? You get a flavor? With coconut. Yeah. Do you get a flavor of that? Mm-hmm. Okay, that's why. This is like coconut leaves. Yeah, coconut leaves. Yeah. I think the tender coconut leaves, right? അത് തന്നെ നമ്മുടെ കുരുത്തോല വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അത് വിത്ത് പട്ടിയിറച്ചി. Okay, so show me how to eat this. How you eat this? Let me see. I don't know, like I don't feel like tasting it, but you eat it, right? Okay, that's nice. Good. Yeah. Oh my god. അത് കൊള്ളാം, പൊളിച്ച്. Interesting, man. Interesting. So the people here, they do eat it, or it's very common here? Yeah. Even in Delhi, you get? Okay. Plenty everywhere. Plenty everywhere. So what all things other than this you get it here? Anything special like this? Like, you mean like any other animals? Yeah, any other animals which is special for Timor? Like Apart from the normal, you eat frog, okay? Yeah, but I never tried that. Okay, that's nice. Interesting, man. The fish. Yeah, we can try. Okay, mana saboko ida. One fish, please. ഇതെങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതെന്ന് നോക്കിയേ. ഇത് കണ്ടോ, ഇത് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇതിങ്ങനെ മുറിക്കണം. ഓ, so the color is because of this, right? The color is because of that leaves. No, they're using turmeric. They use turmeric. Okay, മഞ്ഞൾ ഇടുമെന്ന്, അതിനകത്ത് മഞ്ഞൾ ഇടുന്നതുകൊണ്ടാണ് ആ ഒരു കളർ വരുന്നത്. So the rice itself will be flavorful, I guess. Let me try that. Wow, അതിനൊരു ഫ്ലേവർ ഉണ്ട്, മഞ്ഞളുടെ ഫ്ലേവർ ഉണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഗ്രില്ല് ചെയ്ത സാധനം തുറക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ പനയോലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പനയോലയിൽ എന്തോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡസ്റ്റ്ബിൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇടാനായിട്ട്, എല്ലാ കാര്യങ്ങളും ഇടാനായിട്ട്. പനയോലയാണോ തെങ്ങോലയാണോ അറിയത്തില്ല, എന്താണെങ്കിലും ഓലയാണോ, ഓലയ്ക്കകത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പണ്ട് ലക്ഷദ്വീപ് പോയപ്പോഴത്തേക്കിനും ഇതേപോലെ ഇതിനകത്ത് വെച്ചിട്ട് മണ്ണിനടിയിൽ വെച്ച് ചുടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. ലക്ഷദ്വീപുകാർ ചെയ്യും, മസാല ഒന്നും തേക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള പരിപാടി. ഇതുണ്ടോ, ഇതാണ് അവരുടെ ആ ഒരു ഫിഷ് ചെയ്തിരിക്കുന്നത്. ശരിക്കും തെങ്ങോല തന്നെയാണ് കേട്ടോ. ഈർക്കിലൊക്കെ ഉള്ള തെങ്ങോല ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് ആ ഒരു പരിപാടിയാണ്. അത് ഞാനിത് ഈ സാധനം ഭയങ്കര യൂണീക്കാണ് കേട്ടോ. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുരുത്തോലയിലെ ചോറ് പരിപാടികളൊക്കെ. പട്ടിയിറച്ചി കിട്ടുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ഇവനുള്ളതുകൊണ്ടാണ് മനസ്സിലായത് പട്ടിയിറച്ചി കിട്ടുന്നത്. ഓ വാവ്, ഓ ദാറ്റ്സ് നൈസ്. മത്തിയാണ്, മത്തി, സാഡീൻ. ആ സാധനം ഇതിന് മണമുണ്ട്, നമ്മുടെയൊക്കെ ഫിഷിൻ്റെ മണം ഗൈസ്. ഓ വാവ്, ലെമൺ ഗ്രാസിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. Do they put lemongrass inside it? Oh yeah, I'm getting the smell of the lemongrass. അടിപൊളി. And look at that. Oh, it's yummy. Wow. എന്ത് ടേസ്റ്റ് എന്നറിയോ? ലെമൺ ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് പുളി. ഇതിനെ മത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? മത്തിപ്പൊളി. ഓ, ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നല്ല പുളി, അത്യാവശ്യം എരിവുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. കുറേ നാളായി ഇങ്ങനെ മത്തി കഴിച്ചിട്ട്. ഞങ്ങളൊരു ഫിഷും കൂടെ വാങ്ങിച്ച്, അത് ഒടുക്കത്തെ ടേസ്റ്റ്. എന്നാൽ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഓരോ നാട്ടിൽ പോകുമ്പോഴേ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളല്ലേ, അത് ഭയങ്കര ഒരു ട്രഡീഷണൽ രീതിയിൽ ഇത് ഒരു വഴിയോരത്തുള്ള
കടൽ തീരത്തുള്ള ഒരു നമ്മുടെ നാട്ടിലെ വീട്ടിലൂണെന്നൊക്കെ പറയുന്ന പോലത്തെ സെറ്റപ്പിലുള്ള ഒരു കടയാണ്. അവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോലും കയറി ഫുഡ് കഴിച്ചിട്ടില്ല. ഞാനെല്ലാം ഇങ്ങനത്തെ ഈ ഒരു ലോക്കൽ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നോക്കിയേ, അത് ഏത് രീതിയിലാണെന്ന് ഇത് തെങ്ങോലയല്ലല്ലോ, ഇത് പനയോലയല്ലേ? പനയോലയാട്ടോ ഇത്, പനയോല. ആ ഒരു ഫിഷിന് അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അത് ഭയങ്കര സംഭവം കേട്ടോ. ഈ ലെമൺ ഗ്രാസിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ തായ് ഫുഡിലൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ദിസ് ലെമൺ ഗ്രാസ്. സോ ലെമൺ ഗ്രാസ്, പിന്നെ ഗലങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഐ ജസ്റ്റ് ലവ് ദാറ്റ്. ഓ വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ഞാൻ ഈ അടുത്തെങ്കും ഇത്ര രുചിയോടെ ഒരു മത്സ്യം കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ മത്സ്യം അല്ലാതെ വേറെ പുറത്ത് പോയിട്ട് ഇത്ര രുചിയോടെ ഞാനൊരു മത്സ്യം വേറെ കഴിച്ചിട്ടില്ല ഗൈസ്. പുളി ഇത് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് നമ്മുടെ പുളിയില്ലേ, പുളി, വാളംപുളി പോലത്തെ സാധനം, അതുപോലത്തെ എന്തോ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അത് നമുക്ക് ആ പുളിയുടെ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ പെറുക്കി എടുത്ത് വെച്ച് കഴിക്കണം. നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഫുഡിനെല്ലാം കൂടെ $4.5 കൈസായത്. ഇത് കണ്ടില്ലേ, ബീച്ച് കണ്ടോ? ബീച്ചിനടുത്തുള്ള ഒരു ചെറിയൊരു സാധാരണ കള. ആ ഫിഷിൻ്റെ മണം ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഓക്കെ, ബൈ ഒബ്രിഗാദോ, ബൈ. ഇതുകൊണ്ട് ഇതാണ് സാധനം കണ്ടോ. അടിപൊളി സെറ്റപ്പായിരുന്നു ഗൈസ്, പൊളിയായിരുന്നു. ഇവിടെ കുറേ കടകളുണ്ട് ഇതേപോലെ, ഉണ്ടല്ലേ, അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. ഇവരെല്ലാം വിൽക്കുന്ന ഈ പരിപാടിയാണ്. ഈ കാണുന്ന കടകളൊക്കെ ഇതേപോലെ തന്നെ ഉള്ള ചെറിയ ഫുഡ് സ്പോട്ടുകളാണ്. അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഫിഷും പിന്നെ പട്ടിയിറച്ചിയും അങ്ങനെയുള്ള പല സംഭവങ്ങളും കിട്ടും. എല്ലാം ഈ പറഞ്ഞ പോലെ ഓല മേഞ്ഞ കടകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിലൂടെ മട്ടൺ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ പറ്റും. ഒക്കെ പക്ക ഗ്രാമങ്ങളാണ് കേട്ടോ, ഇവിടുത്തെ പക്ക ഗ്രാമങ്ങളാണെല്ലാം. ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച് ദില്ലിയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്ടോ നോക്കി, ബസ്സിൻ്റെ പുറകെ വെച്ചാൽ കൊണ്ടുപോകുന്നത്. ഇവരുടെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന പട്ടണം എന്ന് പറയുന്നത് ദില്ലിയാണ്. അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ദില്ലിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇവിടെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ബസ്സിന് ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും 2.5-3 മണിക്കൂർ അറേഞ്ചൊക്കെ എടുക്കും. ഈ വണ്ടി ഒരു ചരക്ക് വണ്ടി പോലെയാണ് പോകുന്നത്. ആ വണ്ടിയുടെ മുകളിലും താഴെയും അവിടെയും ഇവിടെ എവിടെയൊക്കെ ഗ്യാപ്പുണ്ട് അവിടെ എല്ലാം ഓരോരോ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, ബസ്സും ലോറിയും എല്ലാം കൂടെ ഒന്നാണ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ ബക്കാവു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂ ടൗൺ. ഓക്കെ, വലത്തോട്ട് പോയാൽ ന്യൂ ടൗൺ, ഇടത്തോട്ട് പോയാൽ ഓൾഡ് ടൗൺ. അങ്ങനെയാണ് പരിപാടി. ഓൾഡ് ടൗൺ. അപ്പോൾ നമ്മുടെ പരിപാടി ആക്ക് വയ്യ കേട്ടോ, ചെറിയ കോൾഡൊക്കെ ഉണ്ട്, ചെറിയ ഈ കോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു പൂളുണ്ട്. എന്തിനാണെന്നറിയാം, ആ പൂളിൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. കാണിച്ചത് 60-കളിലെ 70-കളിലെ കേരളം ഒക്കെ എങ്ങനെയായിരുന്നു അതേപോലെയൊക്കെ തോന്നുന്ന ഒരു നാട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും പിന്നെ ചെറിയ കുഞ്ഞു വീടുകളും ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു തനി ഗ്രാമപ്രദേശത്ത് വന്ന ഒരു ഫീലാണ് എനിക്ക്. നമ്മളിപ്പോൾ ഇറങ്ങി കടൽ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ബൗക്കാവ് എത്തി കേട്ടോ. ബൗക്കാവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 60-കളിലെ 70-കളിലേക്ക് നടന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പഴയ പോർച്ചുഗീസ് കാലത്ത് പണിത ഒരു ഹോട്ടലാണ്. ഇവിടെ ഒരു പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓൾഡ് ടൗൺ ഏരിയയിലാണ് ആ പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റും പരിപാടികളൊക്കെ. അപ്പോൾ ജിമ്മി ആക്ച്വലി ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ എന്നറിയാൻ വേണ്ടി പോവാണ്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ചുമ്മാ സ്വിമ്മിംഗ് പൂളല്ല, അതൊരു നാച്ചുറൽ എന്താ പറയുക, ഹോട്ട് സ്പ്രിംഗ് വാട്ടർ എടുത്തിട്ടുണ്ടാക്കിയ ഒരു സ്വിമ്മിംഗ് പൂളാണ്. പൗസാദ ദെ ബക്കാവു എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ഫ്ലാംബോയൻ. ഇത് ഭയങ്കര സംഭവമാണ്. പോർച്ചുഗീസ് ബിസിനസ്മാൻ ഹോസെ റിക്കാർഡോ built a known as Posada de Bacau and even used as a soap factory in its compound in 1960 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിപ്പുണ്ട്. അങ്ങനെ വളരെ വലിയ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹോട്ടലിലേക്കുള്ള ആ പടികളൊക്കെ കണ്ട നോക്കി, ഫുള്ള് ഇതൊന്നും മെയിൻറ്റെയിൻഡ് അല്ല, കാരണം ഇതൊന്നും അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമല്ലല്ലോ. അങ്ങനത്തെ സെറ്റപ്പല്ലേ. ഈ കാണുന്നതാണ് ഞങ്ങൾ 125 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന ആ സ്വിമ്മിംഗ് പൂള്. പിഷിനാടി ബക്കാവു എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും ഇതൊരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. ഇതൊരു നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂൾ ആക്കിയിരിക്കുന്നതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗാലറി പോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പിള്ളേരൊക്കെ അവിടെ ജമ്പ് ചെയ്ത് തകർക്കുന്നുണ്ട്. സോ ഈ ഒരു പൂളിൽ അവിടെ സമീപത്ത് നോക്കിയാൽ തീയിട്ട് കത്തിക്കുന്നത് കഴിച്ചു. ഒന്ന് ആലോചിച്ച് ചോദിക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു പൂൾ എന്തായാലും. അപ്പോൾ ഇവിടെ പൂളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ട്. ഇതിനകത്തോട് വേണം തോന്നുന്നു ഇറങ്ങാനായിട്ട്. ലെറ്റ്സ്
ഇതെങ്ങനെയാണ് ഈ പൂള് ഇവിടെ വെള്ളം വരുന്നത്, പിന്നെ അതിൻ്റെ അടിയിൽ ഭൂമിക്കടിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് ഒഴുകുന്നത്, അങ്ങനെയുള്ള പല ചരിത്രങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Geologically, this area belongs to Baukau Formation, which is formed specifically by coralline limestones. എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു സംഭവം. Baukau Timor-Leste. Yes. Baukau Timor-Leste. Good. Yes. What is your name? Akish. Akish. Nice to meet you. Yeah. അപ്പോൾ ഇവിടെ കുറേ കയറാൻ പിള്ളേരുന്നില്ല. ഓയ് 2-3 പിള്ളേരുണ്ട്. ഞാൻ ചെരുപ്പും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ചെരുപ്പ്, ഡ്രസ്സ്. നമ്മളിവിടെ ഒരാൾക്ക് 50 സെൻറ്റ് കൊടുക്കണം. 50 സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 45 രൂപ അത്രേ ഉള്ളൂ. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇറങ്ങാം. ഇവരെന്തിനാണ് ഇവിടെ തീയിട്ട് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംഭവം നല്ല വൃത്തിക്കിട്ടിരിക്കുകയാണ്. അവിടെ വെള്ളം വരുന്നതുണ്ടോ എനിക്ക് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ മേളിൽ കൂടെ വേറെന്തോ സെറ്റപ്പിലൊക്കെയാണ് വെള്ളം വരുന്നത്. കണ്ടില്ലേ എനിക്ക് ഈ പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവന്ന് അവർ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിൽ നിന്നാണ് ആ പൂളിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണ നമുക്ക് പല സ്ഥലത്തും നമുക്ക് മറ്റേ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിൽ സെറ്റാക്കി വെച്ചിരിക്കുകയായിരിക്കും. നമ്മൾ നാച്ചുറൽ സംഭവമായിരിക്കും. പക്ഷേ ഇത് നാച്ചുറൽ അല്ല. ഇത് നാച്ചുറൽ തന്നെയാണ്, പക്ഷേ ഇത് സംതിങ് ഡിഫറെൻറ്റ്. ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇതുപോലെയുള്ള പബ്ലിക് ചെറിയ പൂളുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പറയുമ്പോഴത്തേക്കിനും ഹായ് ഇങ്ങോട്ട് ജാം ഓ യാ ഓക്കെ ഉമ്മരൊക്കെ ചാടി തകർക്കുമോ നോക്കോടെ യാ ഓ രാമോ നോ. നമ്മുടെ നാട്ടിൽ പിള്ളേർ വന്നിട്ട് ഈ കുളത്തിൽ ചാടുന്ന പോലെയാണ് ഇവിടെ പിള്ളേരെല്ലാം വന്ന് ചാടാൻ പോകുന്നത്. യു ഓൾസോ ഗോയിങ് ടു ജാം? യു ഗോയിങ് ടു ജാം? ഓക്കെ. അമ്മരെല്ലാം ചാടി തകർത്ത് തിമിർത്ത് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഓ വാ നല്ല ആഴമുണ്ട് കേട്ടോ. ആ ചെറിയ കുനിപ്പും ചാടാൻ പോകുന്നു. ഓ കൊള്ളാട്ടോ പരിപാടി. ഇത് കണ്ടല്ലേ, ഇത് നീറ്റാണെന്നിരിക്കുക പരിപാടികളൊക്കെ. മെയിൻറ്റൈൻഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മെയിൻറ്റൈൻഡ് ഒന്നും ഇല്ല, പക്ഷേ അത്ര നീറ്റായിട്ടാണ് വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ മറ്റേ കിടക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി ചാടട്ടെ. ഇത് ചൂടുവെള്ളമാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇത് ചൂടുവെള്ളമൊന്നും അല്ലല്ലോ. സ്കൂളിൽ നിന്ന് അങ്ങേ അറ്റം പോലും ഇങ്ങനെ അറ്റം വരെ ഞാൻ നീന്തി ചാടി വന്നു. ഇവിടെ കുറേ പിള്ളേരുണ്ട്, ഞാനും പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ നീന്തി കുറിച്ച് കിടക്കും. അതിനിടയ്ക്ക് ആരണ്ടൊക്കെ വന്ന് താടി ഇങ്ങനെ അറ്റത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊന്ന് കാല് കുത്താം. അങ്ങേ അറ്റത്താണ് താഴ്ചയുള്ളത്. വാട്ട് ഈസ് യുവർ നെയിം? ഐ ഫോർഗോട്ട് യുവർ നെയിം. ഇവനെ കുറച്ച് ഇംഗ്ലീഷ് അറിയാം. വാട്ട്സ് യുവർ നെയിം? Akish? Akish? Yes. Oh, that's nice. How old are you? How old are you? What is your age? Huh? Tinang. ഇവരൊക്കെ ഇവിടെ സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ വെറുതെ ചുമ്മാ എന്താ പറയുക ഇവിടെ സ്വിം ചെയ്യാനായിട്ട് വന്ന 6 year old. ഓക്കെ. ഇതിനകത്ത് ചെറിയ ഗപ്പി പോലത്തെ കുഞ്ഞു മീനൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് വെള്ളം വരുന്നത് കണ്ടില്ലേ, നാച്ചുറൽ പൂളാണ്. ഞാൻ മേളിൽ നിന്ന് കണ്ടില്ല, ആ ഒരു രീതിയിലാണ് ഇവിടെ വെള്ളം വരുന്നത്. ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇതിങ്ങനെ ഒഴുകിപ്പോവും. ഇതിങ്ങനെ ഓവർഫ്ലോ ആയി പോകുന്ന, ഓവർഫ്ലോ അല്ല, ഇതിന് വേറെന്തോ ഒരു ടെക്നിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം വരും, ആ വരുന്ന വെള്ളം ഇത് നിറഞ്ഞിട്ട് അതിങ്ങനെ പോകും. അതാണ് അതിൻ്റെ പരിപാടി. അത് ഉള്ളതല്ല പരിപാടി, നമ്മുടെ നാട്ടിൽ ചെയ്ത് വെക്കാവുന്നൊരു പരിപാടിയാണ് ഈ ഒരു സംഭവം. പബ്ലിക്കായിട്ടുള്ള ഒരു ചെറിയൊരു പൂളും പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ. ഞാൻ കുറച്ച് നീന്തട്ടെ. ഇവിടെ കിഡ്സ് പൂളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ വെള്ളം വന്ന് അതിങ്ങനെ ഓവർഫ്ലോ, അത് കണ്ടോ ഓവർഫ്ലോ ആയി പോകുന്നുണ്ടോ, വെള്ളം വന്ന് നിറഞ്ഞ് അതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോകും. അപ്പോൾ റണ്ണിങ് വാട്ടറാണ്. അപ്പോൾ വേറെ കലാപരിപാടികളൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ പരിപാടി. ഒരു കെയർടേക്കറും വെച്ചിട്ടുണ്ട്. ബൈ, ടേക്ക് കെയർ, സീ യു. എന്ത് അടിപൊളി കൺസെപ്റ്റ് ആയല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ടർഫ് ഇല്ല, അതിനടുത്തൊരു പൂളും കൂടെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു നാച്ചുറൽ പൂള്, അത് പഞ്ചായത്തിൻ്റെയൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ. ഈ കാണുന്നതാണ് ബൗക്കാവ് നഗരം, ഓൾഡ് ബൗക്കാവ് എന്ന് പറയുന്ന ഏരിയ. ഇവിടെ നമുക്ക് പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കെട്ടിടങ്ങളും പിന്നെ ഒരു പള്ളിയും പിന്നെ അങ്ങ് ദൂരെ കടലും നമുക്ക് കാണാം. ഇത് കടലിൽ നിന്ന് കുറച്ച് മാറി ഒരു ചെറിയ കുന്നിൻ്റെ മേലുള്ള ഒരു ടൗണാണ് ഈ ബൗക്കാവ് എന്ന് പറയുന്നത്. ഒരു പഴയ ധാരാളം ചരിത്രം നിറഞ്ഞ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ഇവിടെ സെറ്റിൽമെൻറ്റും ബാക്കിയുള്ള സെറ്റിൽമെൻറ്റും അതിന് മുമ്പേ ഉണ്ട്. പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ഇവിടെ ഭയങ്കരമായിട്ട് ആളുകൾ താമസിച്ചിരുന്ന ഇവിടുത്തെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ബൗക്കാവ് എന്ന് പറയുന്നത്. സിറ്റിയുടെ വലിപ്പം കണ്ടില്ല, അത്രേ ഉള്ളൂ, ചെറുതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇവരുടെ ഇവിടുത്തെ എയർപോർട്ട് എന്ന് പറയുന്നത് ഇവരുടെ തലസ്ഥാനത്ത് ദില്ലിയിലുള്ള എയർപോർട്ടിനെ കാട്ടി വലിയ എയർപോർട്ടാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഫ്ലൈറ്റ്സ് ഒന്നും വരുന്നില്ല. ആകെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അങ്ങാണ്ട് മാത്രമേ വരുന്നുള്ളൂ, അല്ല ഒന്നും വരുന്നില്ല. ബാക്കി ഇത് പട്ടാളത്തിൻ്റെ എയർപോർട്ടാണ്. ബാക്കി ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോകാനായിട്ട് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര മഴക്കാർ ഇങ്ങനെ വെച്ച് മഴ ഇവർ കണ്ടില്ല, മഴക്കാർ വെച്ച് പോവാണ്. ഇവർ കാണുന്ന എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. എന്താ
ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ട്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല. ഇത് ഒരു പുതിയ റോഡാണ്, ഇവർ ഈ നാട്ടിൽ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തൊരു റോഡാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല. പക്ഷേ ഇത് ഞാൻ ഡ്രോൺ പുറത്തേക്ക് കാണിച്ചാൽ അന്നേരമാണ് അതിൻ്റെ ഭംഗി. ലൈറ്റ് ഇച്ചിരി മഴക്കാറുണ്ടായിട്ടും എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് ചോദിച്ചു ഗൈസ്. ആക്ച്വലി ഡ്രോൺ പറത്തിയിട്ട് വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു. കാരണം വിഷ്വൽസ് വാസ് നോട്ട് ഗുഡ് ബിക്കോസ് ഓഫ് ദ ബാഡ് ലൈറ്റ്. പിന്നെ ഞാൻ ഡ്രോൺ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് റോഡിൻ്റെ മേളിൽ കൂടി സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചു ഗൈസ്. അല്ലാണ്ട് എന്താ ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നെ ഇവിടെ കുറേ ആട് മേഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അവരെ പോയി അതിൻ്റെ മേളിൽ കൂടെ പോയി കണ്ട് നോക്കി. വേറെ ഇപ്പോൾ ഭയങ്കര ഇത് കാണുമ്പോഴത്തേക്കും ഇവിടെ കാണുന്നൊരു ഭംഗി എനിക്ക് ഡ്രോണിലൂടെ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദ ബാഡ് ലൈറ്റ്. നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ വിഷ്വൽസ് എടുക്കുമ്പോഴും ബ്യൂട്ടിഫുൾ ആവുള്ളൂ. നമ്മളിങ്ങനെ കടൽ തീരത്തോടെ പോകുമ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം ഇതുപോലെയുള്ള ഓല മേഞ്ഞ വീടുകളാണ്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഓല മേഞ്ഞ വീടുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ കടൽ തീരത്തെത്തി. ഇവിടെ ശരിക്കും ഇവിടെ അധികം ആൾക്കാർ കടലിലിറങ്ങാത്തത് ഇവിടെ മുതലകളുടെ ശല്യമുണ്ട്, ക്രോക്കഡൈൽസ് ഉണ്ട്. നമ്മളിനി പോകാൻ പോകുന്ന ഡാർവിനിലും ധാരാളം ക്രോക്കഡൈലുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ക്രോക്കഡൈലിൻ്റെ ശല്യം പല സ്ഥലത്തും ഉള്ളതുകൊണ്ടാണ് ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങാത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. ഡ്രൈവർ സീറ്റ് അങ്ങനെ അവസാനം ഞാൻ കൈയടക്കി ബിക്കോസ് ദിസ് ഗൈ ഈസ് ടയേർഡ്. പനി പിടിച്ച്, പനിയല്ല കോൾഡാണ് അവന്. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. പനിയും പിടിച്ച് അല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. മൂക്കത്ത് പനിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, മൂക്കൊലിപ്പ് കാരണം. 2 ദിവസം കഴിയുമ്പോൾ എനിക്കും മിക്കവാറും പനി പിടിക്കും. അയ്യോ ആട്, മട്ടൺ ഓക്കെ. ആട് ഇഷ്ടം പോലെ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്റർ ഉണ്ട്. തിരിച്ച് നമുക്ക് പതുക്കെ ഇങ്ങനെ പോവാം. നമ്മളിങ്ങനെ കടൽ തീരത്തോടെ ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മൊത്തം മറ്റേ കുടിൽ വീടുകളാണ് ഗൈസ്, കുടിൽ വീടുകൾ. ബൗക്കാവ് എല്ലാം പോയിട്ട് കൂടെ വന്ന് ചെക്കന് വയ്യാണ്ടായിട്ട് അവൻ വീട്ടിൽ പോയി. ലാസ്റ്റ് ഞാൻ നേരെ ഹോട്ടലിൽ വന്ന് ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ രാവിലെയല്ല ഗൈസ്, ഉച്ചയ്ക്ക് എണീറ്റിരിക്കുകയാണ്. ഇന്ന് ഞാൻ അങ്ങ് ദൂരെ ആ കാണുന്ന അത്താറു ഐലൻഡിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്കിവിടെ കുറേ പണി ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ടും അടുത്ത ദിവസങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യാനുള്ളതുകൊണ്ടും കുറേ പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതൊക്കെ ക്യാൻസൽ ചെയ്ത് ഒരു ബ്രേക്ക് ഡേ എടുത്തു. അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഹോട്ടലിൻ്റെ മുകളിലുള്ള ഔള റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഇവിടെ വേറെ ഒരു മനുഷ്യനുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ നിറച്ച ആൾക്കാരും ഉണ്ട്. ഇവിടെ ആരുമില്ല. എനിക്ക് അങ്ങോട്ട് പോകാൻ മടിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പോൾ നാളെ നമ്മളിവിടുന്ന് ഡാർവിനിലേക്ക് പോകും, ഓസ്ട്രേലിയയുടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകണം. പിന്നെ അതിനുശേഷം കുറച്ച് ഡാർവിൻ്റെ കാഴ്ചകൾ, ഡാർവിൻ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് എന്താ സംഭവം ഒന്നും അറിയത്തില്ല. നമുക്ക് അവിടെ പോയി നോക്കാം. ഡാർവിൻ സിദ്ധാന്തവും ഡാർവിൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ പോയി നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ വീഡിയോസ്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഓസ്ട്രേലിയ വഴി നമുക്കിനി അടുത്ത രാജ്യത്തേക്ക് പോകണം. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഓസ്ട്രേലിയ ഈസ് എ വെരി ബിഗ് കൺട്രി. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമ്മൾ പോകാത്തത്. ഇവിടേക്കൊക്കെ പോകണം. എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇല്ല, ഓർഡർ ചെയ്യാൻ ആൾ വന്നിട്ടില്ല. ഓർഡർ ചെയ്യാൻ ആരെങ്കിലും വരുമോ എന്ന് തോന്നുന്നു. ഓക്കെ, സീ ഗൈസ്, ബൈ.